ഒരാൾക്ക് രണ്ട് മരണമുണ്ടെന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ഭൗതിക ശരീരം നഷ്ടപ്പെടും, രണ്ടാമത് നമ്മളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാതെയാവും. ചിത്രങ്ങൾ കാണിച്ച് എന്ത് കാണുന്നു എന്ന് പറയുന്നത്. അതിനുവേണ്ടിയും അമേരിക്കയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടാരോ നമ്മുടെ ജീവിതം മാറ്റുന്നത് നമ്മൾ എവിടെ സ്റ്റക്കായി നിൽക്കുന്നു, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്. എനിക്ക് ഈ കാർഡുകളൊന്ന് എന്താണ് ടാരോ കാർഡ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ ഇതിലുള്ള 78 കാർഡുകളാണ്. പിന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പൂർവികർ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെയുള്ളവരുടെ എനർജിയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഈ കാർഡുകൾ ഉപയോഗിക്കുക. റിലേഷൻഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന റീഡിംഗ് ആണ്. ഇത് ഒരു ഒറക്കൽ കാർഡാണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് നിർദ്ദേശങ്ങളാണ്. പിന്നെ ഇതിൽ രണ്ടിലും പെടാത്തൊരു കാർഡാണ് ഈ ബ്ലൂ ബേർഡ് ലെനമെന്റ് എന്ന് പറയുന്നത്. ഇതും ഒരു കഥയാണ്. അന്ന് തന്നെ അവർ ഫ്രഞ്ച് റവല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്ത ലീഡ്. അതായത് 6 വയസ്സുള്ള മുതൽ അടുത്ത വർഷമുള്ള ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നു. അതിനുശേഷം ഇവർക്ക് ഈ 1809 അവർ ജയിലിലിട്ടു. അടുത്ത വർഷം നെപ്പോളിയൻ രാജാവ് ഡിവോഴ്സ് ചെയ്തു. രാജാവിന്റെ മരണം എല്ലാവരും പറയും. അവരാണ് ശരിക്കും ഈ കാർഡ് ഫേമസ് ആക്കിയത്. ഇതിലാണ് ശരിക്കും ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. ടാരോ എന്ന് പറയുന്നത് ഈവൻ എന്താ പറയുക, ഈ വൈറ്റും ഡിസൈൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഭാവിക ദിനത്തിന് എന്നുള്ളത് വന്നിട്ടില്ല. എനിക്ക് വേണ്ടിയിട്ട് സാറേ ഇത് കാണാൻ റീഡ് ചെയ്യാം. തീർച്ചയായിട്ടും. രണ്ടെന്ന് പറയുന്നത് നമ്മുടെ വൈകാരികമായിട്ടൊരു യാത്രയുണ്ട്. അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന ആളുകൾ സ്നേഹിക്കുക, തിരിച്ച് സ്നേഹിക്കുക എന്ന് പറയുന്നത്. 3 നമുക്ക് ബുദ്ധിപരമായിട്ടുള്ള യാത്രയുണ്ട്, അതിൻ്റെ മാക്സിമം നമ്മുടെ അറിവുകൾ. 4 എന്ന് പറയുന്നത് ഭൗതികമായിട്ട് നമ്മൾ സമ്പത്ത് നേടുക. ഇത് 4 ഉണ്ടെങ്കിലും നമ്മൾ എന്തിനാണ് ഈ ലോകത്ത് വന്നത്? അതായത് നമ്മൾ ലാസ്റ്റ് തിരിച്ചു പോകുമ്പോൾ എന്തിവിടെ അവശേഷിപ്പിച്ചു? നമ്മളെക്കുറിച്ച് ആരോർക്കും? ഒരാൾക്ക് 2 മരണമുണ്ടെന്ന് പറയുന്നത്. ഒന്ന് നമ്മുടെ ഭൗതിക ശരീരം നഷ്ടപ്പെടുമ്പോൾ, രണ്ടാമത് നമ്മളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കാതെ ആവുമ്പോൾ. എത്രത്തോളം കാലം നമ്മളെക്കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നു അത്രത്തോളം കാലങ്ങൾ നമ്മൾ ജീവിക്കുന്നുള്ളതാണ്. അപ്പോൾ ഈ ടാരോ നമ്മളെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറയുന്നത് അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. ഇതിൽ നമ്മൾ ചില സ്ഥലത്ത് സ്റ്റക്കായി നിൽക്കും. നമുക്കറിയില്ലേ, പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ ഈ ഓടയിലൂടെ വെള്ളം ഒഴുകില്ല. അതിൻ്റെ ഇതിൽ ചില തടസ്സം വെക്കും. പിന്നീട് വരുന്നത് അതിന് ബാക്കിൽ വന്ന് ഇങ്ങനെ തടസ്സങ്ങളായിട്ട് നിൽക്കും. അതേസമയം നമ്മളൊന്ന് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അവർ ഫ്ലോ പോയിക്കോളും. അതേപോലെയാണ്. അതായത് നമ്മളെവിടെ സ്റ്റക്കായി നിൽക്കുന്നു നമുക്കൊരു കണ്ണാടി പോലെ തിരിച്ചറിയുന്ന ഒരു വസ്തുവാണ് ടാരോ. ടാരോ സൈക്കോളജിക്കലിസ്റ്റും ഉപയോഗിക്കുന്നതാണ്. ഇപ്പോൾ തെമാറ്റിക് അസസ്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ളതുണ്ട്. അതായത് ചിത്രങ്ങൾ കാണിച്ച് എന്ത് കാണുന്നു എന്ന് പറയുന്നത്. അതിനുവേണ്ടിയും അമേരിക്കയിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ടാരോ നമ്മുടെ ജീവിതം മാറ്റുന്നത് നമ്മൾ എവിടെ സ്റ്റക്കായി നിൽക്കുന്നു, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്, എങ്ങോട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്താണ് എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി നൽകിയാണ് ടാരോ നമ്മളെ സഹായിക്കുന്നത്. അങ്ങനെയാണ് ജീവിതം മാറ്റുന്നത്. അത് ഒരു തടസ്സം ഉണ്ടാകുന്നതിനൊരു ചെറിയ പ്രഷർ, ആ തടസ്സത്തെ തള്ളി നീക്കാനുള്ളൊരു പ്രഷർ. അങ്ങനെയല്ല രോഹിത്, എപ്പോഴും നെഗറ്റീവ് ഇത് വരുമ്പോഴേ നമുക്ക് ആ പോസിറ്റീവ് ഇതിലേക്ക് വരുള്ളൂ. എന്തുകൊണ്ടാണ് നമ്മൾ എന്താ പറയുക, മഴക്കാലത്തിന് ഇപ്പോൾ വേനൽക്കാലത്തിൽ കാത്തിരിക്കുന്നത്? വേനലിൻ്റെ തീവ്രത കൊണ്ടാണ്. മഴ പിന്നെ പെയ്യുമ്പോൾ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്? അടുത്തൊരു കാലത്തിനാണ്. അപ്പോൾ അതേപോലെ തന്നെ ജീവിതത്തിൽ നമുക്കൊരു സ്ട്രഗിൾ വരുന്നുണ്ടെങ്കിൽ ലൈഫ് നമ്മളോട് പറയുന്നത് നിങ്ങൾ അടുത്ത ലെവലിലേക്ക് എത്തേണ്ട സ്റ്റേജ് എത്തി. അതൊരു യൂണിവേഴ്സൽ പുഷാണ്. ഇപ്പോൾ താങ്കളുടെ തന്നെ ഈ യാത്രയിൽ താങ്കൾക്ക് വലിയ വെല്ലുവിളികൾ നേരിട്ടുണ്ടാവും. ചിലപ്പോൾ വീഡിയോ ഉണ്ടാവും, വ്യൂസ് കിട്ടിയിട്ടുണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങൾ, കാര്യങ്ങൾ വർക്ക് ചെയ്യില്ല, ചിലപ്പോൾ കറണ്ട് പോവും. അത് അപ്പോഴൊക്കെ എന്തിനാണ് നമ്മളിങ്ങനെ ആലോചിച്ച് നമ്മൾ അടുത്ത ലെവലിലേക്ക് പുഷ് ചെയ്യാൻ യൂണിവേഴ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നിപ്പോൾ ഒരാൾക്കൊരു വിഷമം ഇപ്പോൾ നമുക്ക് നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഓർക്കേണ്ടത് യൂണിവേഴ്സ് നമ്മളെ പുഷ് ചെയ്യുന്ന അടുത്ത ലെവലിലേക്കാണെന്നുള്ളതാണ്. അങ്ങനെയാണ് അതിൻ്റെ ഇത് വരുന്നത്. അതിനെ പോസിറ്റീവായിട്ട് അങ്ങ് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ തരണം ചെയ്യാൻ പറ്റും. ജീവിതം എന്ന് പറയുന്നത് ഇതൊരു യാത്രയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതെപ്പോഴും ഒരേപോലെ. ഇപ്പോൾ നോർവേയിൽ നിന്ന് എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്. 4 മാസം അവിടെ വേനലാണ്. അതായത് പ്രകാശമാണ്, രാത്രിയിൽ അതിൽ കാര്യമില്ലല്ലോ. ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാകുമ്പോഴാണ്. നവരസങ്ങൾ എന്ന് പറയുന്ന പോലെ അത് ഒത്തിരുമ്പോഴാണ് ജീവിതം. അത് നമ്മൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. എനിക്ക് മുന്നിൽ അങ്ങ് ഞാൻ റിക്വസ്റ്റ് ചെയ്തതാണ് വരുമ്പോൾ കാർഡുകൾ കൊണ്ടുവരണം എന്നുള്ളത്. എനിക്ക് മുന്നിൽ കുറച്ച് കാർഡുകളുണ്ട്. എനിക്ക് ഈ കാർഡുകളൊന്ന് എന്താണ് ടാരോ കാർഡ് ഒന്ന് പരിചയപ്പെടുത്താം. തീർച്ചയായിട്ടും. അതായത് ടാരോ പ്രധാനമായിട്ടും നമ്മൾ ഫോർച്യൂൺ ടെല്ലിംഗ് എന്ന ഒരു ഇതിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാരോ കാർഡുകളുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു 12,000 വർഷം പഴക്കമുള്ള കാർഡുകളാണ്. അതിൽ പ്രധാനമായിട്ടും 3 തരം കാർഡുകളാണുള്ളത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ ട്രഡീഷണൽ ടാരോ എന്ന് പറയും. ഇത് 78 കാർഡുകളുടെ ഒരു ഇതാണ്. ഇത് നമ്മുടെ പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്ന ഇതിലുള്ള 78 കാർഡുകളാണ്. ഇത് കൂടാതെ നമ്മൾ സാധാരണ ഇപ്പോൾ മോർണിംഗ് ഗൈഡൻസ് അതിനൊക്കെ ഉപയോഗിക്കുന്ന ഒറക്കൽ കാർഡുകൾ എന്ന് പറയും. ഒറക്കൽ കാർഡുകൾ പലതരത്തിലുള്ള ഒറക്കൽ കാർഡുകളുണ്ട്. അത് നമ്മുടെ വിശ്വാസം അനുസരിച്ച്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ മാലാഖയിൽ വിശ്വസിക്കുന്നത്, പിന്നെ നമ്മുടെ ആൻസിസ്റ്റേഴ്സ്, ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട് പൂർവികർ നമ്മളെ സഹായിക്കുന്നു. അങ്ങനെയുള്ളവരുടെ എനർജിയിൽ വർക്ക് ചെയ്യുന്നവരാണ് ഈ കാർഡുകൾ ഉപയോഗിക്കുക. പിന്നെ സൈക്കിക് ടാരോ എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻഷിപ്പിന് വേണ്ടി ഉപയോഗിക്കുന്ന റീഡിംഗ് ആണ്. ഇത് ഒരു ഒറക്കൽ കാർഡാണ്. ഇതിൽ നമുക്ക് കിട്ടുന്നത് നിർദ്ദേശങ്ങളാണ്, ഡയറക്ഷൻസ് ആണ്. മറ്റേത് നമുക്ക് എന്തുകൊണ്ടാണ് കാര്യങ്ങൾ എന്ന് അറിയാൻ പറ്റും.
പിന്നെ ഇതിൽ രണ്ടിലും പെടാത്തൊരു കാർഡാണ് ഈ ബ്ലൂബേർഡ് ലെനമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇതും ഒരു കഥയാണ്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഫോർച്യൂൺ ടെല്ലിംഗ് കാർഡ്സ്. ഇതിൽ മാത്രമേ ഫോർച്യൂൺ ടെല്ലിംഗ് കാർഡ്സ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. വേറെ ഒരു കാർഡിലും ഫോർച്യൂൺ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. കാർഡ്സ് മാത്രമേ ചെയ്തിട്ടുണ്ടാവുള്ളൂ. നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതായത് 1772 ഫ്രാൻസിൽ ജീവിച്ചിരുന്ന ഒരു വനിതയാണ് മേരിയാൻ ലെനമെന്റ് എന്ന് പറയുന്നത്. അവർക്ക് ചെറുപ്പത്തിൽ തന്നെ കുട്ടിയായിരുന്നു, 6 വയസ്സിൽ തന്നെ ഒരു അച്ഛനമ്മയും മരിച്ചുപോയി. ഒരു 2 താഴെ സഹോദരിമാരുണ്ടായിരുന്നു. സ്റ്റെപ്പ് ഫാദർ അവരെ ഒരു മഠത്തിലാക്കി. അന്ന് തന്നെ അവർ ഫ്രഞ്ച് റവല്യൂഷൻ പ്രഡിക്റ്റ് ചെയ്ത ലേഡിയാണ്. അതായത് 6 വയസ്സുള്ളപ്പോൾ തന്നെ. അടുത്ത വർഷമാണ് ഫ്രഞ്ച് റവല്യൂഷൻ നടക്കുന്നത്. അതിനുശേഷം ഇവർക്ക് ഈ ഭാവികതനത്തിലുള്ള കഥ കണ്ടപ്പോൾ ഒരു കോൺവെന്റ് അതിൽ സമ്മതിച്ചില്ല. അവരവിടുന്ന് പുറത്താക്കി. അവർ 14ാമത്തെ വയസ്സിൽ തുന്നൽ പഠിച്ചുകൊണ്ട് പാരീസിൽ വന്ന് പിന്നെ നെപ്പോളിയൻ രാജാവിൻ്റെ രാജ്ഞിയുമായിട്ട് നേരത്തെ എൻ്റെ ഒരു ബന്ധത്തിലായി. നെപ്പോളിയൻ രാജാവ് അവരെ ഡിവോഴ്സ് ചെയ്യുന്ന പറഞ്ഞതിന് 1809 അവർ ജയിലിലിട്ടു. അടുത്ത വർഷം നെപ്പോളിയൻ രാജാവ് അവരെ ഡിവോഴ്സ് ചെയ്തു. രാജാവിൻ്റെ മരണം എല്ലാവരും പറയും. അവരാണ് ശരിക്കും ഈ കാർഡ് ഫേമസ് ആക്കിയത്. അവർ ഉപയോഗിച്ചിരുന്ന കാർഡുകൾ ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ കേരളത്തിൽ അങ്ങനെ ആളുകൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. 38 കാർഡുകൾ, ഇത് ശരിക്കും 36 കാർഡാണ് ഉണ്ടാക്കുന്നത്. ഇത് ഭാവികതനത്തിലുള്ളതാണ്. ശരിക്കും അവരുടെ ഇടയിൽ 36 ആയിരുന്നു. ഇപ്പൊ ഇതിൽ 2 കാർഡ് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അത് എന്താ പറയുക, ഇന്നിപ്പോൾ ഈ ട്രാൻസ്ജെൻഡർ ഇതൊക്കെ വന്നതുകൊണ്ട് അതിനുവേണ്ടി ഒരേപോലത്തെ 2 കാർഡുകൾ വന്നിട്ടുണ്ട്. ചില റിലേഷൻഷിപ്പ് അങ്ങനത്തെ വായിക്കാൻ. അതർവൈസ് ഇതിലാണ് ശരിക്കും ഡയറക്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത്. ടാരോ എന്ന് പറയുന്നത് ഈവൻ എന്താ പറയുക ഈ വൈറ്റും ഡിസൈൻ ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് ഒരു ഭാവികതനത്തിന് എന്നുള്ളതൊരു വന്നിട്ടില്ല. ഭാവികതനം എന്ന് പറയുന്നത് ഒരു കഴിഞ്ഞൊരു 30-40 വർഷത്തിനുള്ളിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ്. അതിനു മുമ്പ് ഈ കാർഡുകൾ നമുക്കൊരു ജീവിതത്തിൽ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിരുന്നത്. ഈ ഒറക്കൽ സാധാരണ നമ്മൾ ടാരോ കാർഡുകൾ ഒരു വുഡൻ ബോക്സിനുള്ളിലാണ് സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബോക്സ് ഇത് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. ഒരുപാട് ആയിരക്കണക്കിന് റീഡിങ് നടത്തിയിട്ട് ഒരു കാർഡാണ്. അതുകൊണ്ട് തന്നെ കവർ പോയി. പിന്നെ ഇത് കൂടാതെ നമുക്ക് എന്താ പറയുക, പാസ്റ്റ് ലൈഫിൽ വിശ്വാസമുള്ള ഒരുപാട് ആളുകളുണ്ട്. പാസ്റ്റ് ലൈഫിൽ നമ്മൾ എന്തായിരുന്നു, അതായത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ കർമ്മ എന്നൊക്കെ പറഞ്ഞു നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള ഒരു കാർഡാണ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത്. ഈ കാർഡ് ഇപ്പോൾ ഒരു ഇറക്കുന്നില്ല, പക്ഷേ ഇതിൽ കുറേ ചിത്രങ്ങളുണ്ട്. ഈ ചിത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്താ പറയുക പാസ്റ്റ് ലൈഫ് മനസ്സിലാക്കി ആ ബ്ലോക്കേജ് ഒഴിവാക്കാൻ പറ്റുമെന്ന് പറയുന്നത്. ഇത് ചുരുക്കം ചില കാർഡുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ പ്രധാനമായിട്ടും നമ്മൾ ടാരോ പഠിക്കുമ്പോൾ ടാരോ കാർഡുകൾ എന്ന് പറയുന്നത് നമുക്ക് ക്ലാരിറ്റി നൽകും. എന്തുകൊണ്ടാണ് ജീവിതത്തിൽ സംഭവിക്കുന്നത്, എന്തെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ലെനമെന്റ് കാർഡുകൾ, മനസമാധാനം കിട്ടണമെങ്കിൽ ഒറക്കൽ കാർഡുകൾ. ഓക്കെ. ഇതിൽ സാറ് കോഴ്സിൽ ഏതൊക്കെ കാർഡുകളാണ് പഠിപ്പിക്കുന്നത്? നമ്മൾ പ്രധാനമായിട്ടും നമ്മുടെ എന്താ പറയുക ഇതാണ് ആദ്യം പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കൂ ടാരോയിലൂടെ എന്ന് പറയുന്ന ഒരു ബേസിക് പ്രോഗ്രാം. എന്താണ് കാർഡുകളുടെ അർത്ഥം, ഇതിൽ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, ബേസിക് റീഡ് എന്താണ്. രാവിലെ എണീറ്റ് നമുക്കൊരു ഗൈഡൻസ്. ഉദാഹരണത്തിന് ഇപ്പോൾ എന്നെ വിളിച്ചതിന് ഒരുപാട് നന്ദി. അന്ന് രാവിലെ ഞാൻ നോക്കുകയാണ് ഇന്ന് എന്ത് സംഭവിക്കും എന്നുള്ളത്. അതായത് അപ്പോൾ അന്ന് ഡെത്ത് എന്ന് പറയുന്ന ഒരു കാർഡാണ് വരുന്നത്. ഡെത്ത് എന്ന് പറയുന്ന കാർഡ് ട്രാൻസ്ഫോർമേഷൻ്റെ കാർഡാണ്. അതായത് ചിത്രശലഭം ആവുന്നതിന് മുമ്പ് അതൊരു പുഴുവായിരുന്നു, ഒരു പ്യൂപ്പയായിരുന്നു. അപ്പോൾ വലിയൊരു മേജർ ട്രാൻസ്ഫോർമേഷൻ, അതായത് നമ്മുടെ ഒരു പഴയ ലൈഫ് കഴിഞ്ഞ് പുതിയ ലൈഫിലേക്ക് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ കാർഡ് വന്നപ്പോൾ എനിക്കറിയായിരുന്നു സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ടുഡേ. എന്താണെന്ന് എനിക്കറിയില്ല, ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്. 12:30 മെസ്സേജ് വരുന്നത്, ഇങ്ങനെ വരുമോ. അപ്പോൾ ഞാൻ ഞങ്ങളുടെ മെസ്സേജിനെ വിളിക്കുന്നത് അത്രയ്ക്ക് വലിയ അർത്ഥങ്ങളുണ്ടോ? അല്ലല്ല, ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ ഇതിലൂടെ ഒരുപാട് പേരിനെ അറിയും. അതിനു മുമ്പ് എൻ്റെ ഒരു ചെറിയൊരു ചാനലിൽ വളരെ കുറച്ച് പേര് അറിഞ്ഞതിലൂടെ വലിയൊരു ഓഡിയൻസ്. എന്നാലും പക്ഷെ അത് നേരത്തെ അറിഞ്ഞു എന്നാണ് പറയുന്നത്. അല്ല, വളരെ സന്തോഷം അത് കേട്ട. അല്ല, ഞാൻ ശരിക്കും സർപ്രൈസ്ഡ് ആയി. ഇന്ന് എന്ത് സംഭവിക്കും. അപ്പം ഞാൻ ആദ്യം നമ്മൾ പേടിക്കുകയാണ് ചെയ്യുന്നത്, ഇന്ന് വല്ല തിരിച്ചടി ഉണ്ടാവുമോ. ഞാനത് ആക്ച്വലി നമ്മളുടെ വില നമുക്കറിയില്ലെന്നോ അല്ലെങ്കിൽ നമ്മൾ അത് സിമ്പിളായി ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ഗസ്റ്റ് വന്നു. അദ്ദേഹത്തിന് വന്നു, വലിയ കാര്യം നമ്മൾ പരിചയപ്പെട്ടു, ഇന്റർവ്യൂ എടുത്തു. അദ്ദേഹം ഭയങ്കര അടുപ്പം നമ്മളോട് കാണിക്കുന്നു. ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചിട്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ ആലോചിക്കും. അപ്പം അതും രാഹുലാണ് വിളിച്ചിട്ട് വരുന്ന ഗസ്റ്റാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞ് പുള്ളി എനിക്ക് ഇന്നലെ ഒരു മെസ്സേജ് അയക്കുമ്പോഴാണ് ഞാൻ ഇദ്ദേഹമായിട്ട് കുറച്ച് വാട്സപ്പ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇദ്ദേഹമാണ്. കാരണം ഇദ്ദേഹം എനിക്ക് ഇങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ ചാനൽ ഞാൻ കാണാറുണ്ട്, ഞാൻ ഇന്ന പ്രൊഫഷനാണ് ചെയ്യുന്നത്, എനിക്ക് നിങ്ങളുടെ ചാനലിൽ വന്നാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് ഞാൻ ഷൂട്ടിലാണ് ചേട്ടാ, തിരിച്ചു വിളിക്കാനാണ്. പക്ഷേ പിന്നീട് എൻ്റെ തിരക്കിൽ ഞാൻ നമ്പർ സേവ് ചെയ്യാത്തതുകൊണ്ട് ഇത് ശ്രദ്ധിച്ചില്ല. ഗസ്റ്റായിട്ട് വന്നപ്പോൾ അദ്ദേഹം ആ ഒരു പരിചയത്തിലാണ് നമ്മളോട് സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തെയും നമ്മൾ അദ്ദേഹത്തിന്റെ ചാനൽ കണ്ട് ഓക്കെ ഇദ്ദേഹത്തെ കൊണ്ടുവന്നാൽ കൊള്ളാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് വിളിച്ചിട്ട് വന്നതാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ നമുക്കൊരു സന്തോഷം. അങ്ങനെയല്ല രോഹിത്, എൻ്റെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ചാനലിന്റെ ഭയങ്കര ഫാൻസാണ്. ഓക്കെ. പക്ഷെ അവർ ഭയങ്കര സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. ഞാനത് എല്ലാവരോടും പറയാം, നിങ്ങൾക്ക് വേണ്ടുന്ന കണ്ടന്റുകൾ എത്തിക്കണമെങ്കിൽ ഇത് എന്തായാലും റെക്കമെൻഡ് ചെയ്ത് വരും സാർ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല.
പറയൂ. നമുക്ക് നിലനിന്ന് പോകണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടണും ഞെക്കണം. ഞങ്ങൾ ഒരു വീഡിയോയിൽ ഇത് പറയാറില്ല, അത് അറിഞ്ഞ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആദ്യമായിട്ട് പറയണം. എന്റെ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഈ പ്ലാറ്റ്ഫോം നല്ല രീതിയിൽ പോകേണ്ടതുണ്ട്. ലക്ഷക്കണക്കിന് പ്രേക്ഷകർ നമുക്ക് വ്യൂവേഴ്സ് ആയിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ആയിരക്കണക്കിന് ആളുകളോളം ആയി വരുന്നു. ഇതിലെല്ലാം ചർച്ചകൾ നടക്കും. നമ്മൾ ഓപ്പൺ ആക്കി ഇട്ട് കൊടുത്തിരിക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ. ആർക്കാണ് നമുക്ക് സംസാരിക്കാം. ഞാൻ വരുന്ന ഗസ്റ്റിനോട് പറഞ്ഞു നിങ്ങളും ജോയിൻ ചെയ്യാൻ സമയമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യണം, ചർച്ചകളിൽ പങ്കെടുക്കണം എന്ന് പറയും. പക്ഷെ ഇവരൊന്നും നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടല്ല. അപ്പം ദൈവനിയമം പോലെ ഓരോ കാര്യങ്ങൾ നടക്കുന്നു. നമ്മളിപ്പോൾ 20-ാം തീയതി ഒരു പ്രോഗ്രാം വെച്ചു, നമ്മൾ ഉദ്ദേശിച്ച അത്രയും ആളുകൾ അതിലേക്ക് വരുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പുസ്തകം എഴുതുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്തു. അതിന്റെ അടിയിൽ വന്ന കുറെ കമന്റുകൾ എന്നെ സന്തോഷിപ്പിച്ചു. എന്ന് പുസ്തകം പുറത്തിറങ്ങും, ഒരു കോപ്പി. എന്നെ ഇന്നലെ ഒരു അമ്മ വിളിച്ചു, എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഈ പുസ്തകത്തിന്റെ കവർ പേജ് ആണ് പ്രകാശനം ചെയ്യുന്നത്. മോന്റെ പുസ്തകം ബുക്ക് ചെയ്യാൻ എന്താണ്? ഞാൻ ബുക്ക് ചെയ്യൊന്നും വേണ്ട, ആവുമ്പോൾ ഞാൻ വീഡിയോ ചെയ്യാം, അമ്മ വിളിച്ചാൽ ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞു. അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ല, അത്രയും സപ്പോർട്ട് കിട്ടും. അപ്പം സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതെന്താ വെച്ചാൽ അവർക്ക് പലപ്പോഴും പറയണത് ജീവിതത്തിൽ വളരെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ പെട്ടെന്ന് ഒരു റെക്കമെൻഡഡ് വീഡിയോ വരികയാണ്. ഓക്കെ, അപ്പോൾ നോക്കുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് സ്പിരിച്വാലിറ്റി കവർ ചെയ്യുന്നൊരു ചാനലാണ് താങ്കളുടേത്. അപ്പോൾ അവർക്കത് കാണുമ്പോൾ അവരുടെ പല പ്രോബ്ലത്തിന് സൊല്യൂഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഈ സബ്സ്ക്രൈബ് അമർത്താനൊരു മടി മാറ്റാൻ അറിയാം. എന്താണെന്നറിയോ, ഈ നമ്മുടെ ഹൈലൈറ്റ്സ് ഇല്ലേ, ഹൈലൈറ്റ്സിന്റെ അവസാനം ഒരു സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു നോട്ടിഫിക്കേഷൻ കൊടുത്താൽ ഇവരിത് ചെയ്യും. അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ചെയ്യുക എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അത് ചെയ്യാതിരിക്കുന്നത്. പക്ഷെ എപ്പോഴും ചോദിക്കണം, ഇനി തൊട്ട് ചോദിക്കുക. ഇത് വീഡിയോ എഡിറ്റ് ചെയ്ത് എഡിറ്ററുടെ പ്രത്യേക ശ്രദ്ധയും ചോദിക്കണം. താങ്ക് യു. അപ്പം എനിക്ക് വേണ്ടിയിട്ട് സാർ ഇത് കാണാൻ റീഡ് ചെയ്യുക. ഓ തീർച്ചയായിട്ടും ടാരോ തന്നെ റീഡ് ചെയ്യാമല്ലോ.